റിയൽമിയുടെ റിയൽമി നോട്ട് 70T എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നോട്ട് 70T എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റിയൽമി നോട്ട് 70Tയിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ വില 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ വരുന്നുള്ളൂ, പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിനെ. എന്നാലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 563 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 201 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.94 mm ആണ്. പിന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോണിന് ലഭിച്ചിട്ടുണ്ട്. പൊതുവേ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IP റേറ്റിംഗ് വരുന്നു എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഒബ്സിഡിയൻ ബ്ലാക്ക് അതുപോലെ തന്നെ ബീച്ച് ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T7250 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ആവറേജ് എന്ന് പറയാം, അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ വളരെ കൂടിയ 6000 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട്. ആവറേജ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 89 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 9000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ. അതുപോലെ തന്നെ പ്രോസസ്സറും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ക്യാമറ സെറ്റപ്പും ആവറേജ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്, പക്ഷേ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അപ്പം അതുമാത്രമാണ് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത്. ഇനി ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ അവൈലബിൾ ആണ്. ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ റിയൽമി നാർസോ 80 ലൈറ്റ് 4G അതുപോലെ തന്നെ റിയൽമി C71 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ആ ഫോണുകൾ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെയൊക്കെ റീബ്രാൻഡഡ് വെർഷനാണ്. അപ്പോൾ സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള വെർഷനിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി ഈ ഒരു ഫോൺ സെപ്പറേറ്റ് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്തായാലും റിയൽമിയുടെ റിയൽമി നോട്ട് 70T എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.